ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. ഇന്ത്യ MRI സ്കാൻ മെഷീൻ നിർമ്മിച്ചിരിക്കുകയാണ്. സ്വകാര്യ കമ്പനിയുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള ഒരു ടെക്നോളജിയിൽ ഇത്തരത്തിലുള്ള ഒരു സ്കാനിങ് മെഷീൻ വന്നിരിക്കുന്നത്. എന്തായാലും അതായത് MRI സ്കാൻ എടുക്കുന്ന ആളുകൾക്കൊക്കെ വലിയ പ്രയോജനകരമാണ്. കാരണം പൈസ അത്രമാത്രം കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇതെപ്പോഴാണ് കൂടുതൽ കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുക? തീർച്ചയായിട്ടും ഒരു ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണിത്. ലോകത്തിൽ ഇതുവരെ 6 രാജ്യങ്ങൾ മാത്രമേ സ്വന്തമായിട്ട് ഒരു MRI സ്കാനിങ് മെഷീൻ നിർമ്മിച്ചിരുന്നുള്ളൂ. ഇന്ത്യ ആ ഗണത്തിലേക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എത്തപ്പെട്ടു. ഇന്ത്യയുടെ ഒരു സ്വകാര്യ കമ്പനിയായ വോക്സൽ ഗ്രിഡ്സ്, ഇത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനി സ്വന്തമായിട്ട് നിർമ്മിച്ച, അതായത് അതിന്റെ തുടക്കം തൊട്ട് അതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ തൊട്ട് മെഷീൻ വരെ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ട് 100% തദ്ദേശീയമായി നിർമ്മിച്ച MRI സ്കാനിങ് മെഷീൻ അവര് നിർമ്മിച്ച് അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇതിന്റെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ, വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രൊഡക്ഷൻ അധികം വൈകാതെ ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോ MRI സ്കാനിങ് മെഷീൻ ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കും. ഇതിനെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നത് പോലെയും ഒരു സെമി ക്രയോജനിക് എഞ്ചിൻ നിർമ്മിക്കുന്നത് പോലെയോ അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമാണിത്. അതായത് ഇത് നിർമ്മിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, നെതർലാൻഡ്സ്, ചൈന, ഇത്ര മാത്രമായിരുന്നു. അക്കൂട്ടത്തിലാണ് ഇന്ത്യയും ഇപ്പോൾ ചേർന്നത്. ഇതിൽ ചൈന 2023 വെറും 3 വർഷങ്ങൾക്ക് മുമ്പാണ് ചൈന സ്വന്തമായിട്ട് നിർമ്മിച്ചു തുടങ്ങിയത്. അപ്പോൾ നമുക്കറിയാം അതിന്റെ പിന്നിലുള്ള ഒരു സാങ്കേതിക മികവ് എത്രമാത്രം വേണമെന്നുള്ളത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ കമ്പനി, അതായത് വോക്സൽ ഗാർഡ്സിന്റെ ഉടമസ്ഥനായിട്ടുള്ള അർജുൻ രാമചന്ദ്രൻ, അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ള ഫണ്ടിങ്ങോട് കൂടിയാണ് ഈ മെഷീൻ നിർമ്മിച്ചത്. ഇതിന് വിദേശ ഫണ്ട് ഒരു പൈസ പോലും വാങ്ങിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന് ഫണ്ട് ചെയ്യാനായിട്ട് ബഹുരാഷ്ട്ര കുത്തകകൾ തമ്മിൽ മത്സരമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുമായിരുന്നു. ആ ബുദ്ധിമുട്ട് സഹിച്ച് അദ്ദേഹം രത്തൻ ടാറ്റയെ പോയി കണ്ട് ടാറ്റ ട്രസ്റ്റുകളിൽ നിന്നുമുള്ള സഹായം, അതുപോലെ തന്നെ ശ്രീധർ വെമ്പു അദ്ദേഹത്തിന്റെ സഹായം, പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം, ഈ 3 സാമ്പത്തിക സഹായങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ശ്രമകരമായ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് അത് കാരണം വിദേശത്തോട് യാതൊരു കടപ്പാടുമില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും ഇത് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ, ഇന്ത്യയുടെ ഫണ്ടിങ് എല്ലാം ഇന്ത്യയുടെ തന്നെ. ഇത് തീർച്ചയായിട്ടും രാഷ്ട്രത്തിന് അഭിമാനകരമാണ്. ഇത് നമ്മുടെ നാടിന്റെ വളർന്നു വരുന്ന, മാറുന്ന ഒരു പ്രൊഫൈലിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. ഇപ്പോ ഇതിന്റെ പ്രത്യേകത, ഇതിപ്പോ ചിലരൊക്കെ ചോദിക്കും, ഇതുകൊണ്ട് ഈ നാട്ടിലെ പട്ടിണി മാറുമോ? ഇപ്പൊ എല്ലാത്തിലും ക്ഷീരമുള്ളോട് അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന മട്ടിലുള്ള ദോഷൈക ദർക്കുകൾ പെട്ടെന്ന് ഇപ്പം കമന്റ് ഇടാനും ഓടി വരും. അപ്പം അവർക്ക് മുൻകൂട്ടി തന്നെ നമുക്കൊരു മറുപടി ഞാൻ കൊടുക്കുകയാണ്. ഇത് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നത് സാധാരണക്കാരനെയാണ്. കാരണം ഈ മെഷീന് കമേഴ്ഷ്യൽ, വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുമ്പോൾ ഇതിന്റെ വില ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, ലഭ്യമായിട്ടുള്ള മെഷീനുകളെക്കാൾ 40% കുറവായിരിക്കും. ഇത് പൂർണ്ണമായിട്ട് ഇത് കമേഴ്ഷ്യൽ ആയിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ സ്കാനിങ് സെന്ററുകളിൽ ഈടാക്കുന്ന ചാർജിന്റെ 30% ചാർജ് മാത്രമേ ഇനി സ്കാനിങ്ങിന് ഉണ്ടാവൂ. അതായത് ഒരു MRI സ്കാൻ എടുക്കണമെങ്കിൽ ഇപ്പൊ ശരാശരി ഒരു 10,000 രൂപ നമുക്ക് ചെലവാണ്. ആ 10,000 രൂപയുടെ സ്ഥാനത്ത് നമ്മൾ 3,000 രൂപ ചെലവാക്കിയാൽ മതി. അപ്പം പലപ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരായ പലരും MRI സ്കാനിങ് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കാരണം ഇതിന്റെ വലിയ ചെലവാണ്. അത് മാറുകയാണ്. ഈ സ്കാനിങ് മെഷീൻ ഇപ്പൊ പൂർണ്ണമായിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ സ്കാനിങ് മെഷീൻ നിർമ്മിക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ GE ഹെൽത്ത് കെയർ, ഫിലിപ്സ്,
ഫ്യൂജി ഫിലിം ഹെൽത്ത് കെയർ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കമ്പനികളാണ്. ഇസോട്ടി, അങ്ങനെ അതിന്റെ ഉച്ചാരണം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇസോട്ടി എന്നൊരു കമ്പനിയാണ്. അപ്പോ ഇത്തരം ഒരുപാട് കമ്പനികൾക്ക് ഒരു വലിയ വിദേശ കമ്പനികളുടെ കുത്തക ഇതോടെ തീരുകയാണ്. ഇറക്കുമതി ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. പിന്നെ അത് ഇവിടെ പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അതൊക്കെ മാറുകയാണ്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം, ഇത് മലയാളം പത്രങ്ങളിലൊന്നും ഈ റിപ്പോർട്ട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു വലിയൊരു ജനോപകാരപ്രദമായ, അതായത് ഇതൊക്കെ ഒരു നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത്ര വലിയ കണ്ടുപിടുത്തമാണ്. ശാസ്ത്രത്തിന്റെ ഒരു കുതിച്ചുചാട്ടത്തിൽ ഒരു രാജ്യം ഇത്തരം ഒരു കണ്ടുപിടുത്തം നടത്തുന്നത് അത്ര സാധാരണയൊന്നുമല്ല. ഇതിനകത്തിൽ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇതിന്റെ ഭാരം കുറവായിരിക്കും. ഇപ്പോഴുള്ള MRI മെഷീനുകളേക്കാൾ ഭാരം കുറവ്. ഇപ്പോഴുള്ള MRI മെഷീനുകൾ ഉപയോഗിക്കുന്ന വൈദ്യുതി പവറിൽ കുറച്ച് പവർ മതി ഇത് ഉപയോഗിക്കാൻ, ഇത് പ്രവർത്തിക്കാനായിട്ട്. അതുപോലെ സാധാരണ ഇപ്പോഴത്തെ MRI മെഷീനുകളിലൊക്കെ ഹീലിയം എന്ന വാതകം, ആ ഹീലിയം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വലിയ വില കൂടിയ വാതകമാണ് ഹീലിയം. ആ ഹീലിയമാണ് ഇതിൽ MRI മെഷീനിൽ, വിദേശ നിർമ്മിതമായ മെഷീനുകളിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോ വോക്സൽ ഗ്രിഡ് ഇപ്പോൾ പുറത്തിറക്കുന്ന ഈ മെഷീനിൽ ഹീലിയം അല്ല, നൈട്രജൻ കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പിന്നെ അതിന്റെ ഹീലിയം പലപ്പോഴും ഈ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു വാതകമാണ്. അതും അക്കാര്യത്തിലും ഇത് വളരെ ഒരു ഗ്രീൻ MRI മെഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും, അതിന്റെ ചിലവിന്റെ അർത്ഥത്തിലാവട്ടെ, അതിന്റെ പിന്നെ പ്രയോജനത്തിന്റെ അർത്ഥത്തിലാവട്ടെ, അതിന്റെ ഇക്കണോമിക് വയബിലിറ്റി എന്ന് പറയുന്ന സാമ്പത്തിക ഒരു സാധ്യതകൾ, അത് തുറന്നിടുന്ന സാമ്പത്തിക സാധ്യതകളാകട്ടെ, ഇതൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നൊക്കെ അപ്പുറമാണ്. അതായത് ഈ ഒരു മെഷീൻ തീർച്ചയായിട്ടും വരും കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാധാരണക്കാർക്ക്, ഇന്ത്യയുടെ മെഡിക്കൽ മേഖലയെ, അതുപോലെ ഇന്ത്യയുടെ സാധാരണക്കാരായ രോഗികളുടെ ആരോഗ്യ സംരക്ഷണത്തില് ഇതിലൊക്കെ നിർണായകമായ കുതിച്ചുചാട്ടമാണ്. ഞാനിത് വായിക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇദ്ദേഹം എത്രമാത്രം ബുദ്ധിമുട്ടി ഇതിന് ഫണ്ടിങ് കിട്ടാൻ. അദ്ദേഹത്തിന് രത്തൻ ടാറ്റയെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. അങ്ങനെ ഒടുവിൽ രത്തൻ ടാറ്റയുടെ അടുത്തെത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ട് പിന്നെ കാര്യങ്ങൾ വളരെ വേഗത്തിലായി. പിന്നെ കോവിഡിന്റെ സമയത്ത് അദ്ദേഹം പറയുന്നത് ഇത് വലിയ ബുദ്ധിമുട്ടിലായി ഈ കമ്പനി. അദ്ദേഹം ഒരു സാധാരണ ഒരു എംപ്ലോയി ആണ്, ഒരു എഞ്ചിനീയർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏറ്റവും പറ്റിയ ഗുണം, അദ്ദേഹം ഈ MRI മെഷീൻ ഉണ്ടാക്കുന്ന ഹെൽത്ത് കെയറിൽ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയി. അവിടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ചില നിർണായകമായ ഇൻഫർമേഷൻ കിട്ടുന്നതും ഒക്കെ അവിടെ വെച്ചായിരിക്കണം. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് IIT-യിലെ മുംബൈയിലെ അധ്യാപകനും ഒക്കെ ആയി. ഇവിടെ രത്തൻ ടാറ്റ അന്ന് കോവിഡിന്റെ കാലത്ത് ഈ കമ്പനി അടച്ചിടേണ്ട സ്ഥിതി വന്നപ്പോ രത്തൻ ടാറ്റ അദ്ദേഹത്തിന് ചെയ്ത ഉപകാരം, ഇങ്ങനൊരു മെഷീനൊന്നും അന്ന് നിർമ്മിച്ചിട്ടില്ല. പക്ഷെ ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഒരു മെഷീന് രത്തൻ ടാറ്റ അന്നേ ഓർഡർ കൊടുത്തു, പൈസയും കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയ അദ്ദേഹത്തിന്റെ ആ ഒരു മഹാമനസ്കത. അത് അദ്ദേഹത്തിന്റെ ഭാഗം. പക്ഷെ രത്തൻ ടാറ്റയുടെ മരണത്തോടു കൂടി എന്തൊക്കെയോ അതിനകത്ത് തടസ്സങ്ങൾ നേരിട്ടു. അപ്പോഴാണ് ഈ കമ്പനിക്ക് സഹായഹസ്തവുമായിട്ട് ശ്രീധർ വെമ്പു വന്നു. ശ്രീധർ വെമ്പു ഒരു എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന് ഇതിന്റെ ആ പ്രാധാന്യം മനസ്സിലായി. അദ്ദേഹം പിന്നീട് ഈ പ്രോജക്റ്റിന് അദ്ദേഹമാണ് ഫണ്ടിങ് നടത്തിയത്. അപ്പൊ ഫണ്ടിങ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിങ്ങും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ ബ്യൂറോക്രസിക്കൊന്നും ഇപ്പോഴും ഇത്തരം കണ്ടുപിടുത്തങ്ങളുടെ പ്രാധാന്യം അറിഞ്ഞു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ടാറ്റയുടെ അടുത്തോ അല്ലെങ്കിൽ ശ്രീധർ വെമ്പുവിന്റെ അടുത്തോ ഒന്നും പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. മുഴുവൻ ഫണ്ടും കേന്ദ്ര സർക്കാർ കൊടുക്കണമായിരുന്നു. കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് മുഴുവൻ ഫണ്ടും കേന്ദ്ര സർക്കാർ കൊടുക്കണമായിരുന്നു ഈ പ്രോജക്റ്റിന്. അപ്പൊ അവിടൊക്കെ നമ്മുടെ ഈ ബ്യൂറോക്രസിയുടെ ചുവപ്പ് നാടകൾ ഇപ്പോഴും പലയിടത്തും പല അർത്ഥത്തിലും നിലനിൽക്കുന്നുണ്ട്. ആ ചുവപ്പ് നാടകളൊക്കെ തന്നെ വെട്ടി നീക്കി മുറിച്ചു മാറ്റി ഇത്തരം സംരംഭകരെ, അവരെ നമുക്ക് വീണ്ടും അവർക്ക് 10 മടങ്ങ് ശക്തി നൽകണം. ആ ശക്തി നൽകിയാലേ രാജ്യം രക്ഷപ്പെടും. അല്ലാതെ സർക്കാരിന്റെ കീഴിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, അതൊന്നും ഇതുപോലൊരു കണ്ടുപിടുത്തം നടത്താൻ അവരെ കൊണ്ടൊന്നും പറ്റില്ല. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്കിത് നൽകുന്നത് ഒരു ആശയും ആവേശവും
അതോടൊപ്പം ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നമ്മുടെ ഈ സർക്കാർ ബാബുമാരുടെ പരിമിതികളും അവരുടെ IAS ലോബിയുടെ ഒരു പിന്നെന്താണ് അവരുടെ പ്രവർത്തന രീതിയുടെ ചില വൈകല്യങ്ങളും ഒക്കെ തന്നെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കും. എന്തായാലും ശരി, ഇതൊരു മഹത്തായ നേട്ടമാണ്. വരുന്ന ദിവസങ്ങളിൽ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.